പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഗ്രാവിറ്റേഷൻ ചാപ്റ്ററാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഗ്രാവിറ്റേഷൻ ചാപ്റ്ററിലെ ന്യൂട്ടൺസ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ അതിനെക്കുറിച്ച് പറഞ്ഞതാണ്. രണ്ട് ഒബ്ജക്റ്റുകൾ പരസ്പരമുള്ള ആകർഷണ ഫലം, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ടു മാസീവ് ഒബ്ജക്റ്റ് having mass m1 and m2 is F equal to G m1 m2 by r square, where r is the distance between the two objects. ഇത് എർത്തിന്റെ കേസിലാവുമ്പോൾ എർത്തിന്റെ മുകളിൽ ഒരു ഒബ്ജക്റ്റ് നിന്നാൽ അതിന്മേലുണ്ടാവുന്ന ആ വസ്തുക്കൾ ഉണ്ടാവുന്ന ഫോഴ്സ് F is equal to G m into m by r square. ഇവിടെ capital letter M mass of the earth ആണ്, സ്മോൾ ലെറ്റർ M നമ്മുടെ ഒബ്ജക്റ്റിന്റെ മാസ് ആണ്. ഭൂമിയുടെ സർഫസിൽ ഒരു വസ്തു ഉണ്ടാവുന്നു. ആ വസ്തുവിൽ നിന്ന് ഭൂമിയുടെ സെന്ററിലേക്കുള്ള അകലം നമുക്ക് ഭൂമിയുടെ റേഡിയസ് ആയിരിക്കും. ഡിസ്റ്റൻസ് capital letter R ആയിരിക്കും, റേഡിയസ് ഓഫ് ദി എർത്ത്. ഈ ഒരു അവസരത്തിൽ നമ്മുടെ ന്യൂട്ടന്റെ ഇക്വേഷൻ F is equal to Gmm by r square എന്നാണ്. അപ്പൊ ഇവ തമ്മിലുള്ള ഈ ഫോഴ്സ് കൊണ്ട് ഈ ഒബ്ജക്റ്റ് താഴോട്ട് ഫോൾ ചെയ്യുകയാണെങ്കിൽ അതിനൊരു ആക്സലറേഷൻ ഉണ്ടാവും. അപ്പൊ അത് ഫോൾ ചെയ്യുമ്പോൾ അതിനൊരു ആക്സലറേഷൻ ഉണ്ടെങ്കിൽ അതിനുണ്ടാകുന്ന ഫോഴ്സ് F is equal to ma ആയിരിക്കും, ബൈ ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ, ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ. F is equal to ma. ഇതിങ്ങനെ താഴോട്ട് പതിക്കുന്നത് ഡ്യൂ ടു ദിസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. അപ്പൊ ഈ രണ്ട് ഫോഴ്സുകളും ഈക്വൽ ആവണം. അതായത് ma equal to G m by r square. Gmm by r square. ഇവിടെയുള്ള ഈ എമ്മും ക്യാൻസൽ ചെയ്യും. അപ്പോൾ a equal to gm by r square. ആ a ആണ് നമ്മൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത്. സോ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G എന്ന് പറയുന്ന ഇലക്ട്രോൺ ആണ്. G equal to G m by r square, where G is the universal gravitational constant and m is the mass of the earth and r is the radius of the earth. ഏതൊരു പ്ലാനറ്റിനും അതിന്റെ മാസും റേഡിയസും ആയിരിക്കും. ജിയുടെ വാല്യൂ ഭൂമിയുടെ കേസിൽ നമ്മൾ കാൽക്കുലേഷൻ നടത്തുകയാണെങ്കിൽ ജിയുടെ എമ്മിന്റെയും ആറിന്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ അതിന്റെ ആവറേജ് വാല്യൂ നമുക്ക് കിട്ടാം 9.8 meter per second square. It is this value on the surface of the earth average. ഇത് നമുക്ക് മനസ്സിലാകുന്നത് ജിയുടെ വാല്യൂ റേഡിയസ് മാറുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഭൂമിയുടെ ഷേപ്പ് എക്സാക്ട് സ്പെറിക്കൽ അല്ല, ഒരു ഇലോമീറ്റർ സ്ഫിയർ ആണ്, ഇങ്ങനെയുള്ളതാണ്. അപ്പം അതിന്റെ റേഡിയസ് വ്യത്യാസം ഉണ്ടാവും. റേഡിയസ് ഇക്വേറ്ററിലേക്കുള്ള റേഡിയസും പോളിലേക്കുള്ള റേഡിയസും ഡിഫറെന്റ് ആയിരിക്കും. ഇങ്ങനെ ഈ റേഡിയസിന്റെ വ്യത്യാസം കൊണ്ട് തന്നെ ജിയുടെ വാല്യൂവിൽ വ്യത്യാസം വരും. ജിയുടെ വാല്യൂ ഇക്വേറ്ററിൽ റേഡിയസ് കൂടുതലായതുകൊണ്ട് ജിയുടെ വാല്യൂ കുറവായിരിക്കും. അതേസമയത്ത് പോളിലേക്ക് എത്തുമ്പോൾ റേഡിയസിന്റെ വാല്യൂ കുറയുന്നതുകൊണ്ട് തന്നെ ജിയുടെ വാല്യൂ കൂടുതലായിരിക്കും, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വേരി ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എക്സ്പ്രഷൻ G equal to Gm by r square. നമുക്ക് നോക്കാനുള്ളത് ഈ ജിയുടെ വാല്യൂ
നമ്മൾ ഭൂമിയുടെ സർഫസിൽ നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ എങ്ങനെ വേരി ചെയ്യും, അതേപോലെ ഭൂമിയുടെ സർഫസിൽ നിന്ന് നമ്മൾ ഉള്ളിലേക്ക് പോകുമ്പോൾ എങ്ങനെ വേരി ചെയ്യും, ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ ഡെറിവേഷൻ പരീക്ഷ ചോദിക്കാറുണ്ട്, ഡെറിവേഷൻ പഠിച്ചു വെക്കണം. അപ്പം അതിങ്ങനെയാണ്. ഫസ്റ്റിൽ നമുക്ക് ഭൂമിയുടെ മുകളിലേക്ക് പോകും, ആൾട്ടിറ്റ്യൂഡ് എങ്ങനെ വേരി ചെയ്യുന്നതാണ് നമുക്കിപ്പോൾ അറിയാം. ജിയുടെ ഇക്വേഷൻ ജി ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ എന്നാണ്. അവിടെ ആർ റേഡിയസ് ഓഫ് ദി എർത്ത് ആണ്, അത് ഇറ്റ്സ് ഓൺ ദ സർഫസ് ഓഫ് ദി എർത്ത് ആണ്. സർഫസ് സപ്പോസ് നമ്മൾ ഭൂമിയുടെ സർഫസിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ ഹൈറ്റിലേക്ക് പോവാണ്, അവിടെ ഉള്ള വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഇത് ഭൂമിയുടെ സെൻട്രൽ നിന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് ഭൂമിയുടെ സെൻട്രൽ നിന്ന് ഉള്ള ഡിസ്റ്റൻസ് ഭൂമിയുടെ സെൻട്രൽ നിന്ന് ഭൂമിയുടെ സർഫസിലേക്കുള്ള ഡിസ്റ്റൻസ്, അത് ഭൂമിയുടെ റേഡിയസ് ആണ് ആർ. പിന്നീട് ഭൂമിയുടെ സർഫസിൽ നിന്ന് നമ്മൾ വീണ്ടും ഒരു പർട്ടിക്കുലർ ഹൈറ്റ് പോവാണ്, എച്ച് ഹൈറ്റ്. അപ്പൊ അവിടെ ഉണ്ടാവുന്ന ജിയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കും. അപ്പൊ ഇത് ഭൂമിയുടെ റേഡിയസ് അപ് ടു ഹിയർ, ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഹൈറ്റ് എച്ച് ആണ്. ഒരു എച്ച് ഹൈറ്റിൽ എത്തിയാൽ ജിയുടെ വാല്യൂ എത്രയായിരിക്കും എല്ലാം കണ്ടുപിടിക്കും. ഓൺ ദ സർഫസ് ഓഫ് ദി എർത്ത് ഇവിടെയുള്ള വാല്യൂ നമുക്കറിയാം, ഇവിടെയുള്ള വാല്യൂ ജി ആണ്. അപ്പൊ ജിയുടെ വാല്യൂ ഓൺ ദി സർഫസ് ഓഫ് ദി എർത്ത്, ജിയുടെ വാല്യൂ നമുക്കറിയാം, ജി ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ. ജി എം ബൈ ആർ സ്ക്വയർ. ഈ വാല്യൂല് ഓൺ ദ സർഫസ് കിട്ടുന്ന വാല്യൂ ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവിടെയുള്ള വാല്യൂ ആണ്, എച്ച് ഹൈറ്റിലുള്ളത്. അതിന് നമുക്ക് ജി എച്ച് എന്ന് ഡിനോട്ട് ചെയ്യും. ജി എച്ച് വാല്യൂ ഓഫ് ജി ഹൈറ്റ് എച്ച് ഫ്രം ദി സർഫസ്. അപ്പൊ അതിനൊരു ഇക്വേഷൻ നമുക്ക് എഴുതാൻ പറ്റും. ഇതൊരു ഇക്വേഷൻ നമ്പർ 1. ഇതില് ജി എച്ച് എന്ന് പറയുന്നത് the value of g at a height h. അപ്പോൾ ഇക്വേഷൻ എങ്ങനെയാവും? g m ബൈ ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്. ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ഭൂമിയുടെ സെൻട്രൽ നിന്ന് ഇവിടെ വരെ ആർ ഡിസ്റ്റൻസ്, ഇവിടുന്ന് ഇവിടെ വരെ എച്ച് ഡിസ്റ്റൻസ്. നമുക്കത് എഴുതാം. the distance is r plus h g h is equal to gm by r plus h whole square. Equation number 2. അങ്ങനെ രണ്ട് ഇക്വേഷൻസ്. ഇവിടെ ഒന്നാമത്തെ ഇക്വേഷനിൽ നമുക്ക് ജിയുടെ വാല്യൂ ജി എം ബൈ ആർ സ്ക്വയർ കിട്ടി, ജി എച്ചിന്റെ വാല്യൂ ജി എം ബൈ ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ കിട്ടി. കാരണം ഡിസ്റ്റൻസ് വർദ്ധിച്ചു, ആർ പ്ലസ് എച്ച് ആയിട്ട് വർദ്ധിച്ചു. ഇവിടെ ഇക്വേഷൻ നമ്പർ 1 നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡിങ് ഇക്വേഷൻ നമ്പർ 1 by 2. ഇക്വേഷൻ നമ്പർ 1 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടും? അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ജി ഡിവൈഡ് ബൈ ജി എച്ച്, ഈക്വൽ ടു gm by r square by gm by r plus h whole square. gm by r square divided by gm by r plus h whole square. gm by r plus h whole square. r plus h whole square. ഇവിടെ ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ. ഇവിടെ ഇതും ക്യാൻസൽ, ജി എമ്മും ക്യാൻസൽ. ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ മുകളിലേക്ക്, ഈക്വൽ ടു ആർ പ്ലസ് എച്ച്
r plus h whole square r plus h whole square divided by r square divided by r square. അപ്പോൾ അത് നമ്മൾ ഡിവൈഡ് ബൈ ആർ സ്ക്വയറിൽ ഇത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഇസ് ഈക്വൽ ടു 1 പ്ലസ് കാരണം ഇവിടെ ആർ സ്ക്വയർ ബൈ ആർ സ്ക്വയർ 1 എച്ച് ബൈ ആർ സ്ക്വയർ മൊത്തത്തിൽ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ ആറിൻ്റെ ഇവിടെ ആറുണ്ട് ആർ ബൈ ആർ 1 എച്ച് ബൈ ആർ എച്ച് ബൈ അപ്പോൾ 1 പ്ലസ് എച്ച് ബൈ ആർ ഹോൾ സ്ക്വയർ നമുക്ക് കിട്ടി ജി ബൈ ജി എച്ച് സമം 1 പ്ലസ് എച്ച് ബൈ ആർ ഹോൾ സ്ക്വയർ. ഇതിൽ നമുക്ക് ഇതിൽ ജി കണ്ടുപിടിക്കാൻ ജി സമം എന്ത് കിട്ടും? ജി സമം എന്ത് കിട്ടും? ജി സമം ഈ ജി എച്ചിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം. ജി എച്ച് ഇൻറ്റു 1 പ്ലസ് എച്ച് ബൈ ആർ സ്ക്വയർ 1 പ്ലസ് എച്ച് ബൈ ആർ സ്ക്വയർ. ഇതിലെ ഈ 1 പ്ലസ് എച്ച് ബൈ ആർ ഹോൾ സ്ക്വയർ എന്നാണ് ജി സം. ഇവിടെ നമുക്ക് ജി എച്ച് ആണ് കിട്ടേണ്ടത്. അപ്പൊ ഇതിനെ ഈ ടേമിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം. ജി എച്ച് കിട്ടുമ്പോൾ ഈ ടേമിന് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും 1 പ്ലസ് എച്ച് ബൈ ആർ ഹോൾ സ്ക്വയർ ഡിനോമിനേറ്ററിലേക്ക് പോകും. മുകളിലേക്ക് പോകുമ്പോൾ 1 പ്ലസ് എച്ച് ബൈ ആർ ഹോൾ റേസ് ടു -2 എന്ന് എഴുതാം. നമുക്ക് ജി എച്ച് ആണ് കിട്ടേണ്ടത്. കണ്ടുപിടിക്കേണ്ടത് ജി എച്ച് സമം ജി എച്ച് സമം 1 ജി എച്ച് സമം ജി ഇൻറ്റു 1 പ്ലസ് h by r whole raised to -2 കാരണം ഇത് ഡിനോമിനേറ്ററിലാണ് വരേണ്ടത്. അപ്പോൾ മുകളിലേക്ക് എടുക്കുമ്പോൾ പവറിന് നെഗറ്റീവ് കൊടുക്കണം. ഇത് 1 പ്ലസ് എച്ച് ബൈ ആർ ഹോൾ റേസ് ടു -2 എന്നുള്ളത് ഒരു ബൈനോമിയൽ സീരീസ് ആയിട്ട് നമുക്ക് 1 പ്ലസ് എക്സ് റേസ് ടു n എന്നുള്ള രീതിയിലുള്ള ബൈനോമിയൽ സീരീസ് അതിനെ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 1 പ്ലസ് nx എന്നുള്ള രീതിയിലാണല്ലോ കിട്ടുന്നത്. അപ്പോൾ ബൈനോമിയൽ എക്സ്പാൻഷൻ ചെയ്ത് കിട്ടിയാൽ ഈ 1 പ്ലസ് എച്ച് ബൈ ആർ ഹോൾ റേസ് ടു -2 നമുക്ക് എഴുതാം ജി ഇൻറ്റു 1 മൈനസ് 2h by r. Using binomial expansion, you can write this 1 plus h by r whole raised to -2 is 1 minus 2h by r. So this is the expression for acceleration due to gravity at a height h from the surface of acceleration due to gravity at a height from the surface of the earth. Gh is equal to g into 1 minus 2h by r. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷനിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം നമ്മുടെ സർഫസ് ഓഫ് ദി എർത്തിൽ ജിയുടെ വാല്യൂ gm by r സ്ക്വയർ. മുകളിലേക്ക് പോകുമ്പോൾ അതിന്റെ വാല്യൂ ഇത് ജിയിൽ നിന്ന് കുറയാണ് ചെയ്യുന്നത്. കാരണം ജി ടു 1 മൈനസ് 2h by r ആണ്. മുകളിലേക്ക് പോകുന്നതനുസരിച്ച് ജിയുടെ വാല്യൂ കുറവ് സംഭവിക്കുന്നു. ഇതാണ് പിന്നെ ജി എച്ചിന്റെ വാല്യൂ. മനസ്സിലായ കാര്യം ഭൂമിയുടെ സർഫസ് നമ്മൾ മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് ജിയുടെ വാല്യൂ കുറഞ്ഞു വരും. നമുക്ക് അടുത്തത് വാട്ട് വിൽ ഹാപ്പൻ ദ വാല്യൂ ഓഫ് ജി വെൻ വി ഗോ ഇൻ ടു ദി എർത്ത്. അതായത് ഭൂമിയിൽ നിന്ന് താഴോട്ട് നമ്മൾ കിണർ കുഴിച്ച് താഴോട്ട് പോവുകയാണെങ്കിൽ അതിന്റെ വാല്യൂ എന്ത് സംഭവിക്കും എന്നതാണ്. അത് കണ്ടുപിടിക്കാൻ നമുക്ക്
അവസാനം ഭൂമിയുടെ സർഫസിൽ നിന്ന് നമ്മൾ താഴേക്കാണ് പോകുന്നത്. ഭൂമിയുടെ സർഫസിൽ നിന്ന് നമ്മൾ സപ്പോസ് ഒരു ഡി ഡെപ്തിലേക്ക് പോയി എന്ന് വിചാരിക്കുക. ഒരു ഡി ഡെപ്തിലേക്ക് പോയി, ഡി ഡെപ്ത് ഒരു കിണർ കുഴിച്ചിട്ടാണ് നമ്മൾ താഴോട്ട് പോകാൻ. ഒരു സപ്പോസ് ഒരു ഡി ഡെപ്തിലേക്ക് ഇവിടെയുള്ള വാല്യൂ എന്താണ്? ഇവിടെയുള്ള ജി പറയാം ഓൺ ദി സർഫസ് വാല്യൂ ജി ആണ്. ജി ഈസ് ഈക്വൽ ടു GM/r² ആണ്. ഈ ഡെപ്ത് ഡിയിൽ എത്തുമ്പോൾ അതിന്റെ വാല്യൂ അതിനെ നമുക്ക് ജി ഡി എന്ന് ജി അതിന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ഭൂമിയുടെ സർഫസിൽ നിന്ന് ഡി ഡെപ്തിലേക്ക് പോയപ്പോൾ അതിന്റെ വാല്യൂ ഡി ഡിസ്റ്റൻസ് നമ്മൾ താഴെ പോയാൽ ജിയുടെ വാല്യൂ ആയിരിക്കും. ഇതാണ്. അപ്പം ഇവിടെ നമുക്കറിയാം ഓൺ ദി സർഫസ് ഓഫ് ദി എർത്ത് ജിയുടെ വാല്യൂ GM/r². On the surface of the earth ജിയുടെ വാല്യൂ GM/r². ഇവിടെ എം എന്ന് പറയുന്നത് എർത്തിന്റെ മാസ് ആണ്, ആർ എർത്തിന്റെ റേഡിയസ് ആണ്. ഇതാണ് ഇക്വേഷൻ. ഇതില് ഈ എർത്തിന്റെ മാസ് എമ്മിന് പറയാ ഒരു മാസ് എന്ന് പറഞ്ഞാൽ മാസ് is equal to volume into density. Volume into density. Suppose എർത്തിന്റെ ഡെൻസിറ്റി റോ ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അതിന്റെ മാസ് ഈക്വൽ ടു വോളിയം ഇൻറ്റു ഡെൻസിറ്റി. എർത്തിന്റെ റേഡിയസ് ആണ്. ഇതിന്റെ റേഡിയസ് ആ റേഡിയസ് ഉള്ള ഒരു സ്പിയറിന്റെ വോളിയം നമുക്കറിയാം. ആ റേഡിയസ് ഉള്ള ഒരു സ്പിയറിന്റെ വോളിയം 4/3 πr³ ആണ്. എർത്തിന്റെ മാസ് എം ഈക്വൽ ടു മാസ് എം ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? എം ഈക്വൽ ടു 4/3 by r³ അതാണ് അതിന്റെ വോളിയം. ഇൻറ്റു ഡെൻസിറ്റി. അപ്പം നമ്മുടെ ഭൂമിയുടെ മാസിനെ നമുക്ക് ഈ വോളിയം ഡെൻസിറ്റി ഇങ്ങനെ എഴുതാൻ പറ്റും. വോളിയം ഈക്വൽ ടു 4/3 πr³ റോ ഈസ് ദ ഡെൻസിറ്റി. ഈ വാല്യൂ നമ്മൾ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ജിയുടെ വാല്യൂ നമുക്ക് കിട്ടുന്നത് ജി ഈക്വൽ ടു ജി ഇൻറ്റു എമ്മിന് പകരം നമുക്ക് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 4/3 by r³ divided by r². ഇവിടെയുള്ള ഈ r² r³ ഇതും ക്യാൻസൽ ചെയ്യും. നമുക്ക് കിട്ടുന്ന റിസൾട്ട് G4πr² divided by A3. This is the value of G on the surface of the earth in terms of radius and density of the earth. So, the value on the surface of the earth in our equation number 1. The value of G on the surface of the earth. ഇത് നമ്മള് ഭൂമിയുടെ സർഫസിൽ നിന്ന് ഡി ഡെപ്തിലേക്ക് പോവാണ്. ഡി ഡെപ്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഭൂമി പിന്നെ ഇത്രയുണ്ടാവും. ഭൂമിയുടെ ഈ ഭാഗം ഇതിന്റെ റേഡിയസ് r-d ആയിരിക്കും. കാരണം മൊത്തം റേഡിയസ് r ആണ്. ഈ ഡിസ്റ്റൻസ് d ആണ്. അപ്പോൾ ഇതിന്റെ റേഡിയസ് ഉണ്ടാവുന്നത് r-d. ഈ r-d റേഡിയസ് ഉള്ള എർത്തിന്റെ സർഫസിലായിരിക്കും പിന്നെ ഈ ഒബ്ജക്റ്റ് ഉണ്ടാവുക. അവിടെ എർത്തിന്റെ സർഫസിൽ നിന്ന് ഡി ഡെപ്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയുടെ റേഡിയസ് r-d ആയി മാറും. പിന്നെ ഈ ഷെല്ല് ഈ പാർട്ട് അതുപോലെ ഗ്രാവിറ്റേഷൻ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നില്ല. കാരണം ഇവിടെ ഒരു കൂടി എത്തിക്കഴിഞ്ഞാൽ ഇതുപോലെ
ഉണ്ടാകുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇവിടെ ഉള്ള ഷെല്ല് കൊണ്ടുണ്ടാകുന്നത് പരസ്പരം ക്യാൻസൽ ചെയ്യുന്നതുകൊണ്ട് എഫക്റ്റ് ഉണ്ടാകും. പിന്നെ ഈ ഒരു സ്പിയർ ആണ് അതുപോലെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഈ സ്പിയർ ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ആ സ്പിയറിന്റെ റേഡിയസ് ആണെങ്കിൽ ഇവിടുന്ന് ഇവിടെ വരെ ഡി, ഇവിടുന്ന് ഇവിടെ വരെ ആർ ആയതുകൊണ്ട് ഇതിന്റെ റേഡിയസ് ആർ മൈനസ് ഡി. അപ്പൊ ആർ മൈനസ് ഡി റേഡിയസ് ഉള്ള ആ സ്പിയർ ആണ് പിന്നെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഉണ്ടാകുന്നത്. ജി ഡി, that is the acceleration due to gravity of the depth d, GD, okay, GD equal to G into 4 pi or 5. അതിന്റെ റേഡിയസ് എത്രയായി മാറി? ആ സ്പിയറിന്റെ റേഡിയസ് ഈ സ്പിയറിന്റെ റേഡിയസ് ആർ മൈനസ് ഡി ആണ്. 4 pi r minus d into rho by 3. കാര്യം ഇവിടെ നമ്മുടെ എർത്തിന്റെ റേഡിയസ് എത്രയായി ചുരുങ്ങി? ആർ മൈനസ് ഡി ആയി ചുരുങ്ങി. ഇക്വേഷൻ നമ്പർ 2. ഫസ്റ്റ് ഇക്വേഷൻ നമ്പർ 1 ഉം 2 ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുക. ഇക്വേഷൻ നമ്പർ 2 divided by equation number 1. Equation number 1 is GD by G. GD by G equal to G 4 pi R minus D into rho R minus D into rho divided by 3 whole divided by this one G 4 pi R rho by ഇവിടെ കോമൺ ടേമുകൾ ക്യാൻസൽ ചെയ്തു. G 4 pi ക്യാൻസൽ ചെയ്തു, ഇവിടെ G 4 pi ക്യാൻസൽ ചെയ്തു, റോ ക്യാൻസൽ ചെയ്തു, 3 ക്യാൻസൽ ചെയ്തു. ഇപ്പൊ റിമൈനിങ് കിട്ടുന്നത് GD by G equal to R minus D by R എന്നാണ്. R minus D by R. അപ്പൊ ഇവിടെ GD by G സമമാണ് നമുക്ക് R minus D by rho കിട്ടും. അപ്പൊ നമുക്ക് GD സമം കിട്ടും. GD സമം G into R minus D by R. അപ്പം R by R minus D by ഇവിടെ R by R 1 കിട്ടും മൈനസ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാൻ പറ്റും? ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ GD സമം ഫൈനൽ റിസൾട്ട് കിട്ടുന്നത് GD സമം G into 1 minus D by R. ഈ ഇക്വേഷൻ നമ്മുടെ നേരത്തെ പോലെ തന്നെ 1 minus D by R. 1 minus 2H by R ആയിരുന്നു. മുകളിലേക്ക് പോകും, താഴോട്ട് പോകും 1 minus D by R. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ജിയുടെ വാല്യൂ താഴോട്ട് പോകുന്നതിനനുസരിച്ച് കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. ജിയുടെ വാല്യൂ മുകളിലേക്ക് പോകുമ്പോൾ കുറഞ്ഞു വരുന്നു, താഴോട്ട് വരുമ്പോഴും കുറഞ്ഞു വരുന്നു. അപ്പോൾ ഓൺ ദി സർഫസ് ഓഫ് ദി എർത്ത് ആണ് ജിയുടെ വാല്യൂ മാക്സിമം. അത് ജി ആണ്. നമ്മൾ ഭൂമിയുടെ സർഫസിൽ നിന്ന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ കുറഞ്ഞതായിരുന്നു, താഴോട്ട് പോകുമ്പോൾ കുറയുകയാണ് ചെയ്യുന്നത്. GD, that is the value of acceleration due to gravity at depth D equal to G into 1 minus D by R. ഇത് വളരെ രസകരമായ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മള് ഭൂമിയുടെ
സർഫസിൽ നിന്ന് സെൻട്രലിലേക്ക് പോവുകയാണെങ്കിൽ ഈ ജിയുടെ വാല്യൂ കുറഞ്ഞു പോകും. നമ്മൾ ഭൂമിയുടെ സെൻട്രൽ എത്തിയാൽ അതിന്റെ വാല്യൂ എത്തി. ഭൂമിയുടെ സെൻട്രൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ. ഭൂമിയുടെ സർഫസിൽ നമ്മൾ ജിയുടെ വാല്യൂ ഭൂമിയുടെ സർഫസിൽ ജിയുടെ വാല്യൂ കറക്റ്റ് ജി 9.8. അത് നമ്മള് ഭൂമിയുടെ സർഫസിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ അതിന്റെ വാല്യൂ കുറഞ്ഞു വരും. ജി ഡി സമം ജി ഇൻറ്റു 1 - d. ഭൂമിയുടെ സെൻട്രൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയുടെ റേഡിയസ് ആറും നമ്മുടെ ഡെപ്ത് ഡിയും ഈക്വൽ ആണ്. അതായത് ആർ ഈക്വൽ ടു ഡി ആയി. ഈ ഒരു അവസരത്തിൽ വാല്യൂ ഓഫ് ജി ഡി ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് ഡി ഈക്വൽ ടു ആർ ആയി മാറും. അപ്പം ഡി ഈക്വൽ ടു ആർ ആയി മാറുന്നതുകൊണ്ട് തന്നെ ആർ ബൈ ആർ 1 മൈനസ് ആർ ബൈ ആർ. ആർ ബൈ ആർ 1 ആണ്. ദിസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 minus 1 is equal to 0. That is at the center of the earth. At the center of the earth, the value of acceleration due to gravity is 0. ഇതെല്ലാം നമുക്ക് മനസ്സിലായ കാര്യം, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമ്മുടെ ഭൂമിയുടെ സർഫസിൽ നിന്ന് താഴോട്ട് പോകുന്നതിനനുസരിച്ച് കുറഞ്ഞു വരുന്നു. പറയുന്നതിന്റെ അളവ് ഇങ്ങനെയാണ്. ജി ഡി സമം ജി ഇൻറ്റു 1 മൈനസ് ഡി ബൈ ആർ. സെന്റർ ഓഫ് ദി എർത്ത് അതിന്റെ വാല്യൂ 0 ആയി മാറും. ഇത് നമുക്ക് രണ്ട് അതേപോലെ ജിയുടെ വാല്യൂ above the surface of the earth GH. GH സമം G into 1 minus 2h by r. ഈ രണ്ട് ഇക്വേഷൻ ആണ് നമ്മൾ ഡിറൈവ് ചെയ്തത്. ജിയുടെ വാല്യൂ വേരി ചെയ്യുന്നത് സർഫസ് ഓഫ് ദി എർത്ത് മുകളിലേക്ക് പോകുമ്പോൾ അതിന്റെ വാല്യൂ ജി എച്ച് സമം ജി 1 minus 2h by r ആണ്. ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുമ്പോൾ അതിന്റെ വാല്യൂ ജി ഡി സമം ജി 1 minus d by r.